2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിയുന്നതോടെ സംസ്ഥാനത്തെ 3 മുന്നണികളിലും വലിയ തർക്കങ്ങളുണ്ടാകും. നേതൃസ്ഥാനം, നേതൃമാറ്റം, പ്രവർത്തന രീതി എന്നിവയെല്ലാം വിലയിരുത്തപ്പെടും. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി പോലും ചോദ്യം ചെയ്യും. നേതൃനിരയിൽ വലിയ അഴിച്ചുപണികൾ നടക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അജണ്ടകളും മുന്നൊരുക്കങ്ങളും തിരുത്തിയെഴുതപ്പെടും. LDF, UDF, NDA എന്ന പ്രബലരായ 3 മുന്നണികൾ. നേതൃനിര പരിശോധിച്ചാൽ EP ജയരാജൻ, K സുരേന്ദ്രൻ, K സുധാകരൻ, VD സതീശൻ എന്നിങ്ങനെ നീളുന്ന ശക്തരായ നേതാക്കൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായാൽ ഈ നേതൃനിരയിൽ വലിയ അഴിച്ചുപണികൾക്ക് സാധ്യതയൊരുങ്ങും. കോൺഗ്രസിൽ ഒന്നും ശാശ്വതമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് നേടിയ UDF മുന്നണിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 8-ന് മുകളിൽ സീറ്റ് നേടാനായില്ല എങ്കിൽ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാകും. സംഘടനയെ മുന്നോട്ട് നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്ന സുധാകരനാണ് തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തിന് മറുപടി പറയേണ്ടത് എന്നാണ് നേതൃത്വത്തിന്റെ നിലവിലെ വാദം. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ താൻ ഉണ്ടായിരുന്നില്ല എന്നും MM ഹസൻ, VD സതീശൻ എന്നിവർ നയിച്ച പ്രചരണത്തിൽ നേരിട്ട തിരിച്ചടിക്ക് താൻ മാത്രം സമാധാനം പറഞ്ഞാൽ പോരാ എന്നാണ് സുധാകരന്റെ മറുവാദം. അതുകൊണ്ട് തന്നെ തിരിച്ചടി നേരിട്ടാൽ MM ഹസനും VD സതീശനും കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ KPCC അവലോകന യോഗത്തിൽ പുനഃസംഘടന ഉടൻ നടത്തണമെന്ന സുധാകരന്റെ കടുംപിടുത്തം തിരിച്ചടിയാകും. കോൺഗ്രസിന്റെ സംഘാടനം ദുർബലമായിരുന്നു എന്ന വിമർശനം ശക്തമായി തന്നെ തുടരുന്നുമുണ്ട്. ഈ വിലയിരുത്തൽ KPCC അധ്യക്ഷനായി തുടരുന്നതിൽ സുധാകരന് വെല്ലുവിളിയാണ്. മാത്രമല്ല, വിജയിക്കുകയാണ് എങ്കിൽ കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധ വികാരം രൂക്ഷമായിരുന്നു എന്നും സിറ്റിംഗ് MPമാരുടെ പ്രവർത്തന മികവ് മാത്രമാണ് ഇതിന് കാരണമെന്നും വിലയിരുത്തപ്പെടും. നേതൃനിരയിലെ മാറ്റം എന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ ശക്തമായി തുടരുന്ന ഒന്നാണ്. സഭയും സമുദായവും പരിഗണിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് അത്തരമൊരു മാറ്റത്തിലേക്ക് പ്രവേശിക്കാനാകൂ എന്നതും വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ K സുധാകരന് പകരം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ സമവാക്യങ്ങളെല്ലാം പാലിക്കപ്പെടണം. സ്വാഭാവികമായും ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നുവരും. എന്നാൽ K സുധാകരന് പുറകിൽ AK ആന്റണി ഉള്ളതിനാൽ സുധാകരന്റെ സ്ഥാനമാറ്റം എളുപ്പമാകില്ല എന്ന വാദവുമുണ്ട്. AK ആന്റണിയെ വെട്ടാൻ VD സതീശന് ആകുമോ എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തവുമാണ്. അതേസമയം സുധാകരൻ ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ അതേ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി വേണം വീണ്ടും അധ്യക്ഷനാകേണ്ടത് എന്നാണ് അടൂർ പ്രകാശിന്റെ വാദം. അതിനാൽ പ്രവൃത്തി പരിചയമുള്ള തന്നെ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തത് BJP രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലെയും മുന്നേറ്റം BJP ശതമാന അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം 2 സീറ്റ് എന്ന അന്ത്യശാസനം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പിന് ശേഷവും വിലയിരുത്തപ്പെടും എന്നതുകൊണ്ട് തന്നെ K സുരേന്ദ്രന്റെ നിലനിൽപ്പിന് തന്നെ ഇത് ഏറെ നിർണായകവുമാണ്. ഒരു വ്യക്തിക്ക് അധ്യക്ഷ സ്ഥാനത്ത് 2 തവണ തുടരാം എന്ന നിയമമുള്ളതിനാൽ സുരേന്ദ്രന് ഇനി 2 വർഷം കൂടി ബാക്കിയുണ്ട്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് ഏറെ നിർണായകമായതിനാൽ പുതിയ നീക്കങ്ങൾക്ക് വേഗതയേറും. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 6% നിന്ന് 11%ലേക്ക് BJPയുടെ വോട്ട് ശതമാനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് UDF സർക്കാർ ഒഴിയുന്നതുവരെ നടത്തിയ പ്രവർത്തനത്തിലൂടെ ഇത് 11-ൽ നിന്നും 18-ലേക്ക് ഉയർത്തി. എന്നാൽ 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18-ൽ നിന്നും 11-ലേക്ക് താഴ്ന്നു. അതുകൊണ്ട് തന്നെ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ശതമാനം 18-നോ അല്ലെങ്കിൽ 18-ൽ നിന്നും 20-ലേക്കോ ഉയർത്തുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ഇത് നേടാനായില്ല എങ്കിൽ K സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വരും. ദേശീയ നേതാക്കളുടെ വിശ്വസ്തനും കേരള രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ വ്യക്തിയായതുകൊണ്ടും V മുരളീധരൻ BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ RSS നേതാക്കളെ പരിഗണിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും പരക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമായാൽ പത്മജ വേണുഗോപാൽ, അൽഫോൺസ് കണ്ണന്താനം, കുമ്മനം രാജശേഖരൻ എന്നിവരെ ഗവർണറായും പരിഗണിക്കും. ഇടതുമുന്നണിയെ പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ EPക്കെതിരെ ഉയർന്നു വന്ന വിവാദം CPMന് വെല്ലുവിളിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായാണ് വിധിയെങ്കിൽ EPയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഇത് ദോഷം ചെയ്യും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കി എന്ന വാദമായിരുന്നു CPM പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയെ സംസ്ഥാനം സാമ്പത്തികമായി എങ്ങനെ പ്രതിരോധിച്ചു എന്ന ചോദ്യം CPMന് വെല്ലുവിളി തന്നെയാണ്. മാത്രമല്ല, മുൻ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സ്വീകരിച്ച ശ്രമങ്ങൾ ഇത്തവണ ഉണ്ടായില്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. കൂടാതെ മന്ത്രിമാരുടെ സ്വകാര്യ വിദേശ യാത്രകളും ചർച്ച ചെയ്യപ്പെടും. എന്നാൽ മറ്റു മുന്നണികളെ പോലെ ഒരു നേതൃതല അഴിച്ചുപണി ഇടതുമുന്നണിയിൽ ഉണ്ടാകില്ല.
ഇത്രയും അതിനിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനായുള്ള കാത്തിരിപ്പിന് ഇനി കേവലം ഒരു ദിവസം മാത്രമാണ് ആയുസ്. എന്നത്തെയും പോലെ ആര് വാഴും ആര് വീഴും എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ മുന്നണികളുടെ അടിത്തട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് അരങ്ങൊരുങ്ങുകയാണ്.